ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തിനാ ഞാനിത് ഇത്രയും പറഞ്ഞെന്തിനാ? ഇൽമില്ലെങ്കിൽ അമലില്ല. ഇൽമില്ലെങ്കിൽ അമലില്ല. ഇൽമുള്ള ഒരാളെ അമൽ ചെയ്തു, ഇൽമില്ലെങ്കിൽ അമലില്ല. ഇൽമുള്ള ഒരാള് അമൽ ചെയ്താൽ ആ അമലിന്റെ ശക്തി നോക്കിക്കോ. കാലിൽ അമ്പ് തെറിച്ചു, ഊരിയെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ വേദന കൊണ്ട് ഊരിയെടുക്കാൻ വരുന്ന ആളുകളെ മുഴുവനും തിരിച്ച് ഉപദ്രവിക്കുന്ന പോലെ ശകാരിക്കൽ തുടങ്ങി. കാലിൽ തെറിച്ച അമ്പ് എടുക്കുകയും വേണം, വേദന എടുക്കാനും പാടില്ല. അവസാനം ആലോചിച്ച മഹാപണ്ഡിതൻ, ഇൽമുള്ള മഹാൻ ആലോചിച്ചു, എപ്പോഴാണ് എന്റെ ബുദ്ധി ലയിച്ചു പോകുന്നത്? എപ്പോഴാവണം എന്റെ ബുദ്ധി ലയിച്ചു പോകേണ്ടത്? അത് നിസ്കാരത്തിലാണ്. ആ മഹാന്റെ പേരാണ് സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആരാ അലി? അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. ഞാൻ ഇൽമിന്റെ പട്ടണമാണ് എങ്കിൽ ആ പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള അതിന്റെ കവാടം എന്റെ അലിയാ നബിയുനാ റസൂലുള്ളാഹി. ഇൽമിന്റെ കവാടം, ആ പട്ടണത്തിന്റെ ഇൽമാകുന്ന പട്ടണത്തിലേക്ക് വരാനുള്ള ഇൽമിന്റെ കവാടം സയ്യിദുനാ അലി. ശ്രീയാളൊന്നല്ല. വമയ്യകും ബിഗൈരി ഇൽമി യഅമലു അഅമാലുഹു മർദൂദത്തുൻ ലാ തുഖ്ബലു. ഇൽമ ഇല്ലാതെ ഒരാൾ അമൽ ചെയ്താൽ അമൽ സ്വീകരിക്കുമോ എന്ന് പോലും സംശയം. ഒരു ഉദാഹരണം പറയാം. ഇൽമ, നിസ്കാരത്തിന്റെ സമയം എന്ന് ഉറപ്പുവരുത്തൽ നിസ്കാരത്തിന്റെ ഷർത്താണ്, അല്ലേ? നിസ്കാരത്തിന്റെ സമയമായെന്ന് ഉറപ്പുവരുത്തൽ നിസ്കാരത്തിന്റെ ഷർത്താണ്. എത്ര ഷർത്തുണ്ട് നിസ്കാരത്തിന്? 5 ഷർത്തുണ്ട്. ഈ 5 ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ് നിസ്കാരത്തിന്റെ സമയമായെന്ന് ഉറപ്പുവരുത്തണം. 5:45 ക്ലോക്കിലെ ബാറ്ററി തീർന്നു, നല്ല മഴക്കാറുണ്ട്. വല്യമ്മ പേരക്കുട്ടിയോട് ചോദിച്ചു, മോനെ വാങ്കുളിച്ച പറഞ്ഞോട്ടോ, അമ്മ പള്ളിയിൽ കറണ്ടില്ല. അന്ന് അല്ലാഹു അക്ബർ, നല്ല മഴക്കാർ കൊണ്ട് നിസ്കരിച്ചു. എത്രേനാ? 5:50. നിസ്കാരം സ്വഹിയായോ? സാഹചര്യത്തില് വെയിലില്ലാത്ത അവസ്ഥ, ഇരുട്ടോ ഒക്കെ ശരിയാ ഏകദേശമൊക്കെ. ഇനി ഒരാള് മഗ്രിബ് ബാങ്ക് വിളിച്ച ശേഷമാണ് സമയം നിശ്ചയമില്ലാതെ നിസ്കരിച്ചതെന്ന് വെക്കാം. മഗ്രിബിന് മുമ്പാണ് മഴക്കോള് കണ്ടപ്പോ നിസ്കരിച്ചത്. മഗ്രിബിന് ശേഷം ബാങ്കൊക്കെ വിളിച്ച ശേഷമാണ് നിസ്കരിച്ചത്. മഴക്കോളുണ്ട്, ഇതുപോലെ ക്ലോക്കും കേടായി കിടക്കണം. പേരക്കുട്ടി പറഞ്ഞു പള്ളിയിൽ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു. ശരിയായി. 6:17 ബാങ്ക്, 6:25 നിസ്കരിച്ചത്. ഓക്കെ, മൊബൈലില്ലട്ടെ, ഇനിയിപ്പോൾ അത് കറണ്ട് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ മൊബൈൽ നോക്കിയാൽ പോരെ, അങ്ങനെ ചിന്തിക്കണ്ട. സമയത്തെക്കുറിച്ചുള്ള ധാരണ ഉറപ്പില്ലാതെയാണ് നിസ്കരിച്ചത്, ബോധ്യമായിട്ടില്ല. ആ നിസ്കരിച്ചത് സമയത്തിന്റെ ഉള്ളിൽ തന്നെയാണ് എങ്കിലും ആ നിസ്കാരവും സഹീഹല്ല. അത് യഥാർത്ഥ സമയത്ത് തന്നെയാണ് നിസ്കാരം സംഭവിച്ചെങ്കിൽ പോലും അത് ഫിഖ്ഹാണ്. ആ കർമ്മത്തിന് നിർബന്ധമായും അതിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ് സമയമായെന്നത് ഉറപ്പുവരുത്തണം. സമയമായി എന്നത് അല്ലാതെ കൊട്ടക്കണക്കിന് അങ്ങോട്ട് കയറ്റി വരുന്ന പരിപാടി, ആ മാർക്കറ്റിംഗ് ഇവിടെ ഇല്ല. ആ മാർക്കറ്റിംഗ് ഇല്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിച്ചു നിസ്കാരത്തിൽ, കാല് മുറിച്ചു. ഇവിടെ ചിന്തിക്കണം, ആ നിസ്കാരത്തെ പോലും പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്ങനെ നജസ് കൊണ്ട് നിസ്കാരം ബാത്തിലാവാം? എങ്ങനെ? നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്ത് വന്ന കുറഞ്ഞ രക്തം, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ട്, ആ മുറിവിൽ നിന്നും പുറത്തു വന്ന കുറഞ്ഞ രക്തം നമ്മുടെ വസ്ത്രത്തിലായി. കൊതുകിരുന്നതല്ല കേട്ടോ, കൊതുക് കടിച്ചിട്ട് കൊതുകിന്റെ ശരീരത്തിൽ ബലൂൺ വീർക്കണ പോലെ രക്തം വീർത്തു. ഈ രക്തം ആരുടെ രക്ത? നമ്മൾ പറയാ കൊതുകിന്റെ രക്തം. നമ്മുടെ കയ്യിൽ വന്നിരുന്ന കൊതുക് തന്നെയാണ് അതിങ്ങനെ വീർത്ത് കൊതുകിന്റെ ശരീരത്തിലേക്ക് ആ രക്തം കയറി. അതെങ്ങനെയോ നിസ്കാരത്തിലായി കഴിഞ്ഞാൽ പോയി കഴുകി കളഞ്ഞ രണ്ടാമത് നിസ്കരിക്കേണ്ടി വരും. നേരെ മറിച്ച് നമ്മുടെ ഒരു മുറിവിന്റെ ഒരു അല്പം താങ്ങി, ഒരു ലേശം ബ്ലഡ് നമ്മുടെ മുണ്ടയിലായി, ബ്ലഡാണ്, ബ്ലഡിൽ വിട്ടുവീഴ്ചയുണ്ട്, ഒരല്പേ ആയിട്ടുള്ളൂ എങ്കിൽ ആ മുണ്ടെടുത്ത് ആ രക്തത്തിന്റെ ഉടമയ്ക്ക് നിസ്കരിക്കാം. നേരെ മറിച്ച് ആ മുണ്ടെടുത്ത് വേറൊരാൾക്ക്
നിസ്കരിക്കാൻ പാടില്ല. നിസ്കരിക്കാൻ ആണുങ്ങൾ മുണ്ടെടുക്കാറുണ്ട്. ഈ കര താഴേക്ക് പോയ ഭാഗം കുറെ കഴിയുമ്പോഴത്തെ അത് മുകളിലേക്ക് കൊടുത്തിട്ട് മുകളിൽ പോയ ഭാഗം താഴേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. എന്തുകൊണ്ട്? ഈ മുണ്ടെടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ മുട്ടിന് താഴേക്കുള്ള ഭാഗം ഔറത്ത് അല്ലല്ലോ ആണുങ്ങൾക്ക്. ഔറത്തല്ലാത്ത ഭാഗത്ത് ഈ നടന്നു പോയപ്പോ കരയില് നമ്മൾ നടന്ന ഭാഗത്ത് നിന്ന് നജസ് പുരളാൻ സാധ്യതയുണ്ട്. നജസ് പുരളാൻ സാധ്യതയുണ്ട് കരയുടെ ഭാഗത്ത്. അത് നിലവിലെ നിസ്കാര നിർവഹണ സമയത്ത് മുട്ടിന്റെ താഴെയാണ്, ഔറത്തല്ലാത്ത ഭാഗത്താണ്. അതുകൊണ്ട് അതിൽ വിട്ടുവീഴ്ചയുണ്ട്. നേരെ മറിച്ച് ആ താഴെ കൊടുത്ത ഭാഗത്തെ പിടിച്ച് മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ അകത്ത് ഔറത്തിന്റെ പരിധിയിലേക്ക് ആ നജസ് സ്പർശിതം എന്ന് സംശയിക്കുന്ന ഭാഗം എത്തിയതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മഹല്ലില് ഞാൻ നോക്കിയിട്ട് ഒരു 3 പേജിൽ കുറയില്ല പീരീഡ്സിന്റെ സമയത്ത് ബ്ലഡിന്റെ നിറം പറയുന്നത്, അത് സംബന്ധമായിട്ടുള്ള മസല പറയുന്നത്. എന്നാൽ ഇത് വായിച്ചു പഠിക്കുന്ന ആണുങ്ങൾക്കട്ടെ ഇതുവരെ ആ സംഭവം ഉണ്ടായിട്ടുമില്ല. ഇത് മുഴുവനും സ്ത്രീകൾ അറിയേണ്ടതാണ്. ഫിഖ് പഠിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനൊരു വഴി കണ്ടേ പറ്റും. സംശയങ്ങൾ ചോദിക്കാം, ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഫിഖ് കൈകാര്യം ചെയ്യാം. ഒരു സുജൂദ് എങ്ങനെയാ തെറ്റില്ലാതെ ഒരു സുജൂദ് ചെയ്യാം, ഒരു റുകൂഅ് എങ്ങനെയാ, നിസ്കരിക്കാൻ നിൽക്കുന്ന നിസ്കാര കുപ്പായത്തിന്റെ ധരിക്കുന്ന രീതിയെ കുറിച്ച് തലമുടിയുടെ ഒരെണ്ണം പോലും പുറത്തു പാടില്ല. ഒതു എടുക്കാറുണ്ട്, തല തടവുന്നത് എവിടെയാ? തല തടവുന്നത് എന്തോ അവിടെ ഇങ്ങനെ വാരി തേച്ചിട്ടൊരു പോക്കാ പോണ. അത് എത്ര വേണം, എത്ര അതിന്റെ പരിധി ആലോചിക്കണം. തലയുടെ പരിധിയുടെ അകത്ത് വരണം. മുടിയുണ്ടെങ്കിൽ മുടിയിൽ സ്പർശിതമാവണം. 4 വിരലെങ്കിലും ഒരളവ് വെച്ചുകൊണ്ട് നാം തടവിയിരിക്കണം. 4 വിരൽ അത് നിറുകെ നാവല് നല്ലതാ. തലയുടെ 4ൽ ഒരു ഭാഗമെങ്കിലും തടവിയിരിക്കണം. തല മുഴുവൻ തടവല് സുന്നത്താണ്. ഇമാമുന ശാഫിഈ അബൂ ഹനീഫത്തുൽ കൂഫിയുടെ മദ്ഹബിലേക്ക് വരുമ്പോൾ തല മുഴുവനും തടവിയേ പറ്റൂ. ഇപ്പൊ ആകെ പ്രശ്നമുള്ളത് കൈകെട്ടില്ല. കൈകെട്ട് ഇങ്ങനെ കെട്ടണമെന്നാ പറഞ്ഞത്. എവിടെ പറഞ്ഞു? എവിടെയും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പൊ ആകെ ഫിഖ് ഉള്ളത് എവിടെ? എനിക്ക് തെറ്റിപ്പോയ ഇത് ഏത് കയ്യ മുകളിൽ? ഏതോ ഒരു കൈ മുകളിലാണ് ഇങ്ങനെ അല്ലേ? ഹുസൈൻകാക്ക് ചിരിയോ എൻ്റെ മാസ്ക് വെച്ചുകൊണ്ട് അറിഞ്ഞിട്ടുള്ള ഇങ്ങനെ വെക്കണ കാര്യത്തിൽ ഇപ്പൊ ആകെ തിരക്കുള്ളു. ഇത് എന്തൂട്ടിനപ്പം ഇങ്ങനെ വെക്കണം? എവിടെ പറഞ്ഞത്? എവിടെയുള്ളത്? رأيت النبي صلى الله عليه وسلم يصلي والعا يديه فوق سرته على صدره على صدره وفي رواية تحت صدره. കൈ വെക്കാൻ പറഞ്ഞു. എവിടെ വെക്കാൻ പറഞ്ഞു? നിസ്കാരത്തിൽ കൈ കെട്ടണം. എവിടെ? കൈ കെട്ടാൻ മണിബന്ധം, ഈ കുഴയുണ്ടല്ലോ, കുഴ, ഈ ജോയിന്റ് ഉള്ളം കൈയിൽ വരണം. ഒന്ന് പിടിച്ചേ, ഒന്ന് പിടിക്കടോ. കൈ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ പിടിക്കേ. ഈ ജോയിന്റ് കൈ ഇങ്ങനെ മടക്കുമ്പോ ആ ജോയിന്റ് ഉണ്ടല്ലോ, ആ ജോയിന്റ് ഈ കൈയിന്റെ ഉള്ളം കൈയിൽ വരണം. കണ്ടോ? എന്നിട്ട് ഈ ചെറുവിരല്, ഈ തള്ള ഓർ തന്ത വിരല്, ഈ വലിയ വിരലുണ്ട്, അത് ഈ 3 വിരൽ ഇങ്ങനെയും ഇങ്ങനെയാ കൈ വെക്ക. എവിടെ വെക്കണം? നെഞ്ചും കൂടിന്റെ താഴെയും പൊക്കിളിന്റെ മുകളിലുമായി. ഇത് സ്വഹാബികൾ ഹബീബിൽ നിന്നും കണ്ടതാണ്. ഖുർആനിലുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅ്തൈനാകൽ കൗസറ ഫസല്ലി ലിറബ്ബിക വൻഹർ. എന്താ അതിന്റെ അർത്ഥം? ഇബ്നു തീമിയയുടെ ശിഷ്യൻ ഇബ്നു കസീറിന്റെ തഫ്സീർ എടുത്ത് നോക്കി കാണാം. ഫസ്വല്ലി, നീ നിസ്കരിക്ക്, ലി റബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി, വൻഹർ, നെഞ്ചിന്റെ താഴെയും പൊക്കിളിന്റെ മുകളിലുമായിട്ട് കൈ വെച്ചിട്ട്. കൈ എങ്ങനെ വെക്ക? കൈ വെക്കുന്നത് വലത്തെ കൈയിന്റെ ഉള്ളം കൈയിൽ. സഹോദരിമാരൊന്ന് കാണിച്ചോട്ടോ, വലത്തെ കൈയിന്റെ ഉള്ളം കൈ എടുക്കുക. മൈലാഞ്ചി ഇട്ടൊന്നും ആരും കാണിക്കേണ്ട, പതുക്കെ അതിലേക്ക് തന്നെ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. കണ്ടോ? ആ വലത്തെ കൈയിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുക. ആ ഉള്ളം കൈയില് ഈ കുഴയുണ്ടല്ലോ, ഈ കുഴ, വളയാത്ത ഭാഗം, ഇതിന്റെ ജോയിന്റ്, അതിങ്ങനെ വെക്കാം ഉള്ളം കൈയില്. എന്നിട്ട് ഈ ചെറുവിരലും തള്ളവിരല് രണ്ടും കൂടി ഇങ്ങനെ മുട്ടാവുന്ന രീതിയിൽ 3 വിരൽ ഇങ്ങനെ സല്യൂട്ടിന്റെ വിരൽ വെക്കണ പോലെ ഇങ്ങനെ വെക്കാം. ഇങ്ങനെയാണ് കൈ കെട്ടേണ്ടത്.
ഇങ്ങനെ നിസ്കരിക്കണമെന്ന് സയ്യിദുനാ അലി പറഞ്ഞതായി ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. സൂറത്തുൽ കൗസർ ഇബ്നു തൈമിയ്യയുടെ ശേഷം ഇബ്നു കസീറിന്റെ തഫ്സീറിൽ അതുള്ളത്. കൈ ഇങ്ങനെ വെച്ചു. എവിടെ വെക്കണം? വാഇൽ ഇബ്നു ഹുജർ തങ്ങൾ പറയാ റസൂലുള്ളാഹി നെഞ്ചിന്റെ താഴെ വെച്ചു. ഒരു റിവായത്തിലുണ്ട് അലാ സുദ്രിഹി, നെഞ്ചിന്റെ മുകളിലെന്ന്. അലാ സുദ്രിഹിയുടെ അർത്ഥം നെഞ്ചിന്റെ മുകളിൽ നിന്നല്ല, നെഞ്ചിന്റെ അരികിൽ നിന്നാ. നെഞ്ചിന്റെ അരികിൽ നിന്ന്. നെഞ്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുഴിയുണ്ട് അല്ലേ, സ്വദർ എന്ന് പറയാം. സ്വദറിന്റെ വ്യാഖ്യാനം സ്വദർ എന്ന് പറഞ്ഞാൽ മദ്രസയുടെ സ്വദർ അല്ല, സ്വദർ നെഞ്ച. സ്വദർ മദ്രസയുടെ നെഞ്ചാണ്, ചങ്കാണ്. ആര്? സ്വദർ മദ്രസയുടെ ഫുള്ള്. മദ്രസയിലെ സ്വദർ മാത്രല്ല, സ്വദർ എന്ന വാക്കുണ്ട് നെഞ്ചിന്. അത് നമ്മുടെ ഇവിടെ ഒരു കുഴിയുണ്ട്, ഒന്ന് പിടിച്ചു നോക്കി, അവിടെ ഒരു കുഴിയുണ്ട്. ആ കുഴി മുതൽക്ക് ഗുഹ്യരോമം മുളയ്ക്കുന്ന ഭാഗം വരെ ഉള്ളതിന് സ്വദർ എന്ന് പറയാം. അപ്പൊ നെഞ്ചു മാത്രല്ല വന്നത്, എന്തും വന്നിട്ടുണ്ട്, വയറ് വന്നിട്ടുണ്ട് അല്ലേ, വയറ് വന്നിട്ടുണ്ട്. ഒരു റിവായത്തിലുള്ളത് നെഞ്ചിന്റെ താഴേന്ന. അപ്പൊ സാധാ നമ്മൾ നെഞ്ചെന്ന് പറയുന്നതിന്റെ താഴെ. ഒരു റിവായത്തിലുള്ളത് നെഞ്ചിന്റെ അരുകിൽ എന്നാണ്. അലക്ക് അരുകിൽ എന്നൊരു അർത്ഥമുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല എന്ന വാക്കിന് അരികിൽ. ഇവര് ചിലര് പരിഭാഷപ്പെടുത്തി അല എന്ന് പറഞ്ഞ മുകളിൽ നിന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അല്ല, അരികിൽ എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. ഇവിടെ അരികിൽ എന്ന അർത്ഥം, എന്നാലാണ് ഈ രണ്ട് ഹദീസും ജംഅ് ചെയ്യാൻ പറ്റും. അരുകിൽ എന്ന അർത്ഥം വരുന്നത് തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് മുഅ്മിനീങ്ങൾ അതിലേക്ക് പെറുക്കി ഇട്ടുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകൾ മുമ്പ് ജീവിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. മുഅ്മിനീങ്ങളെ തീക്കുണ്ടാരത്തിലേക്ക് പെറുക്കിയിട്ടിരുന്ന ആളുകൾ തീക്കുണ്ടാരത്തിന്റെ അലൈഹ, മുകളിൽ എന്നല്ല, തീക്കുണ്ടാരത്തിന്റെ മുകളിൽ കയറി ഇരിക്കാൻ പറ്റും. അപ്പൊ അവിടെ എന്താ അലൈഹ? അലൈഹ അലൈഹ അലയുടെ അർത്ഥം എന്തായിരിക്കും? മുകളിൽ പോയിരുന്ന, തീയുടെ മുകളിൽ പോയിരുന്ന എന്ത് ചെയ്യും? പൊള്ളും. അപ്പൊ തീക്കുണ്ടാരത്തിന്റെ അരുകിലിരുന്നിട്ടാണ് അവർ വാരിയിട്ട്. ഖുർആന്റെ ആയത്തിന് അലക്ക് അരികിൽ എന്ന അർത്ഥം, അതേ അരികിൽ എന്ന അർത്ഥമാണ് ഈ ഹദീസിലുമുള്ളത്. നെഞ്ചിന്റെ അരികിൽ, നമ്മൾ പാത്രത്തിന്റെ അരിക് എന്ന് പറഞ്ഞാൽ അതിന്റെ വക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്വദറിന്റെ അരികിൽ എന്ന് പറഞ്ഞാൽ സ്വദർ എന്ന് പറഞ്ഞാൽ ഗുഹ്യരോമം മുളയ്ക്കുന്ന ഭാഗം, പൊക്കിള് വരെ അല്ലെ. അതിന്റെ അരികിൽ എന്ന് പറഞ്ഞാൽ അബൂ ഹനീഫത്തുൽ കൂഫി പറഞ്ഞു അരികിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഔട്ട്സൈഡ് ആണ്, ഇൻസൈഡ് അല്ല. അത് പൊക്കിളിനോട് ചേർന്ന് പൊക്കിളിന്റെ താഴെയായി. എവിടെ? ഹനഫി മദ്ഹബിൽ കൈ കെട്ടുന്നത് പൊക്കിളിന്റെ തൊട്ട് താഴെ. അങ്ങനെ കണ്ടിട്ടില്ലേ? ഹനഫി മദ്ഹബ് അത് ഹദീസാണ്. ഷാഫിഈ മദ്ഹബിൽ അരികിൽ എന്നത് പൊക്കിളിന്റെ താഴെ അല്ല, ഇൻസൈഡ് അരികിലാണ്, ഔട്ട്സൈഡ് അല്ല, ഔട്ട്ലൈൻ അല്ല, അകത്താണ്. അപ്പൊ പൊക്കിളിന്റെ തൊട്ടുമുകളിലായി, നെഞ്ചിന്റെ താഴെയുമായി അലാ സുദ്രിഹിം തഹത സുദ്രിഹിം കൂടി ജംഅ് ചെയ്തു. അതാണ് ഫിഖ്ഹ്. ഈ രണ്ട് കെട്ടലല്ലാത്ത കെട്ടൽ ഇസ്ലാമിന്റെ കെട്ടലല്ല. ഏത് കെട്ടലാ? ഈ ഉറക്കം തൂങ്ങുന്നവർ മനസ്സിലാക്കണം, നിസ്കാരത്തിൽ കൈ കെട്ടണ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ആ കെട്ടല്, ഈ രണ്ട് കെട്ടലേ ഇസ്ലാമിന്റെ കെട്ടലുള്ളൂ. ഇതാണ് കൈ കെട്ടലേ നിർബന്ധമില്ല. കൈ കെട്ടല് നിസ്കാരത്തിൽ കൈ കെട്ടല് നിർബന്ധമില്ല. അതെനിക്കറിയില്ല കേട്ടോ, മദ്ഹബ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. കൈ കെട്ടലേ നിർബന്ധമില്ല. അത് കെട്ടാണെന്നത് സുന്നത്താണ്. ആ സുന്നത്തായ കെട്ടല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കെട്ടല് നെഞ്ചിന്റെ താഴെ പൊക്കിളിന്റെ മുകളിലായി ഷാഫിഈ മദ്ഹബ് അവലംബിക്കുന്ന, ആ ഹദീസ് ക്രോഡീകരണം അവലംബിക്കുന്ന, ആ രീതിയിലൂടെ അമൽ ചെയ്യുന്ന ആളുകൾ. ഇപ്പൊ നമ്മുടെ റേഷൻ കാർഡിൽ തന്നെ ഉണ്ടല്ലോ APL BPL എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെതായ ഒരു റൂട്ടുണ്ട് അല്ലേ. ഇപ്പൊ ഒരു കല്യാണ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പച്ചക്കറി കഴിക്കുന്നവരുണ്ട്, വെജും നോൺ വെജും കഴിക്കുന്നവരുണ്ട്. അത് സ്ഥിരം അങ്ങനെ കഴിക്കുന്നവരുണ്ടാവും. ചിലർ അങ്ങനെ ഓരോ എന്ന് പറഞ്ഞാൽ മദ്ഹബിന്റെ ക്രോഡീകരണത്തിൽ ഒരു വഴിക്ക് പോണ ആ വഴിക്ക് തന്നെ എല്ലാ അമലും കൊണ്ടുവരണം. ഇപ്പൊ ചില സന്ദർഭങ്ങളിൽ നമ്മൾ മദ്ഹബ് ഒന്ന് ചേഞ്ച് ചെയ്യാറുണ്ട്. മിക്കവാറും ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ തവാഫിന്റെ നേരത്ത് അവിടെ മദ്ഹബാണ്, കറക്റ്റ് ഹദീസാണിത്.
ലാമിസ് മൽമൂസ്, സ്പർശനം സംഭവിച്ചവനും സ്പർശിക്കാൻ പോയവനും രണ്ടുപേരുടെ ഒളു മുറിയും, ആണും പെണ്ണും തമ്മിൽ. അങ്ങനെയുണ്ട്. അബൂ ഹനീഫത്തുൽ കുഫി തങ്ങളുടെ മദ്ഹബിൽ പെണ്ണിനെ തൊട്ടാ ഒളു മുറിയില്ല, അങ്ങനെ മുറിയില്ല. അങ്ങനെ അതിന് മാത്രമായിട്ടൊരു മദ്ഹബ്, അത് പാടില്ല. പൊതു എടുക്കാൻ ഒരു മദ്ഹബ്, നിസ്കരിക്കാൻ വേറെ മദ്ഹബ് പറ്റില്ല. ക്രോഡീകരണത്തെ എളുപ്പം തേടി പോകാൻ പാടില്ല, കള്ളനാന്നാ പറഞ്ഞത്. അപ്പൊ ഈ രീതിയിലാണ് ഫിഖ്. ഫിഖ് എല്ലാ കർമ്മങ്ങളിലുണ്ട്. ഫിഖ് ഇല്ലാതെ ഒന്നുമില്ല. സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി വശാഫിഇയ്യ മിൻ തുഹ്രിൻ വലാ ഖബ്സി. ശംസുൽ ഉലമ ബാഖിയാത്തിൽ ചെന്നു, വിദ്യാർത്ഥിയാ. ബാഖിയാത്ത് മുഴുവൻ ഹനഫി മദ്ഹബിന്റെ ഒരു സിസ്റ്റത്തിൽ കൂടെ പോകുന്ന ഒരു കാലാണ്. അവിടെ ചെന്നപ്പോ ഷെയ്ഖുനെ ഇട്ടിരുന്ന കുഞ്ഞു കുട്ടിയാണ്, ചെറിയ മോനാണ്. ഇവിടുത്തെ എല്ലാ കിതാബും പഠിച്ച് വലിയ ആലിമീങ്ങൾ മുഫ്തിയായി പ്രഖ്യാപിച്ച് ആ ചെറുപ്രായത്തിൽ ബാഖിയാത്തിലേക്ക് അത്രയും ചെറിയ ഒരാളാ ബാഖിയാത്തിൽ വന്നിട്ടില്ല. അവിടെ ചെന്നപ്പോ ഇട്ടിരിക്കുന്ന വേഷം നോക്കിയപ്പോ കിട്ടിയത് ആരോ കൊടുത്തത് ഇട്ടതാണ്. അത് അന്നത്തെ ഒരു ഫാഷൻ ഉള്ള ഒരു ഷർട്ടായിരുന്നു. അപ്പൊ ഇവിടെ പ്രവേശനമല്ല, പൊയ്ക്കോന്ന് പറഞ്ഞു. എന്താ, കിതാബൊന്നും നോക്കി കൊടുത്തില്ല, ടെസ്റ്റ് ചെയ്തില്ല. അതിനുമ്പോ കോലം കണ്ടപ്പോ തന്നെ ഇവിടത്തേക്ക് പറ്റൂല എന്ന് തന്നെ പറഞ്ഞിട്ടു. കിട്ടിയ അന്ന് ഇടാനും എടുക്കാനൊന്നും ഇല്ലാത്തൊരു കാലത്ത് ആരോ കൊടുത്ത ഒരു സാൽക്ക് ഷർട്ട് എന്ന് പറയാ, അതാ ഇട്ടിരുന്നത്. അങ്ങനെ മഹാനവറുകൾ ഇറങ്ങാൻ നേരത്ത് വെച്ച്, ഏതായാലും നിങ്ങൾ ഇവിടെ ഓതാൻ എനിക്ക് അവസരമല്ല എന്ന് പറഞ്ഞു. ഓദിക്കാൻ അവസരം തരുമെന്ന് ചോദിച്ചു. ഓതാൻ എനിക്ക് അവസരമല്ല, ഓദിക്കാൻ തരുമെന്ന് ചോദിച്ചു. ഇത് കൊള്ളാലോ, ഇവിടെ ഓതാനില്ല ഓദിക്കാനുള്ള. ദേഷ്യം വന്നു. ചെറുപ്രായം, 20 വയസ്സിൽ താഴെയുള്ളൂ, 10-16 വയസ്സുള്ളൂ. കോളേജിന്റെ പുറത്തിറങ്ങിയിട്ട് ഒരു ഓടിന്റെ കഷ്ണം എടുത്തു. ഓടിന്റെ കഷ്ണം എടുത്തിട്ട് ആ കോളേജിന്റെ മതിലിൽ അങ്ങോട്ട് ഒരു എഴുത്തങ്ങോട്ട് എഴുതി ദേഷ്യത്തോടു കൂടെ, സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി വശാഫിഇയ്യ മിൻ തുഹ്രിൻ വലാ ഖബ്സി. ഈ ഹനഫികളെ നജസായ വെള്ളത്തിൽ നിന്ന് പടച്ച അല്ലാഹ്, നീ വിശുദ്ധനാ, നീ വലിയവനാ. ശാഫിഈങ്ങളായ ഞങ്ങളെ പടച്ചത് നല്ല വെള്ളത്തിൽ നിന്നാണല്ലോ അല്ലാഹ്. അതായത് ഹനഫി മദ്ഹബില് മനുഷ്യരുടെ ഇന്ദ്രിയം നജസാണ്, ശാഫിഈ മദ്ഹബില് ത്വാഹിറാണ്. മസലയാണത്, ഫിഖ്ഹാണത്. അതൊരു കവിതയാക്കി നജസ് എന്ന കോലത്തിലായതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവം എങ്ങനെയായത്? ആ ഒരു ഈർഷ്യത പ്രകടനായിരുന്നു. കവിത വായിച്ചു. അന്നത്തെ ആ കോളേജിലെ വലിയ വലിയ മുദരിസുമാര്, മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ഈ കവിത എഴുതുന്നത് ഒരു സാധാരണ വിദ്യാർത്ഥിയിലല്ല. ഇങ്ങനെ ഒരു ചിന്ത വരുന്നത് ഒരു മഹാപണ്ഡിതനില്ല. ശാഫിഈ മദ്ഹബിലും ഹനഫി മദ്ഹബിലും മുഫ്തിയായി കേരളത്തിൽ നിന്നും പ്രഖ്യാപിക്കപ്പെട്ട ആ കുഞ്ഞുമോൻ ബാഖിയാത്തിലെ മുദരിസും മുതഅല്ലിമും പിന്നീട് തൊട്ടടുത്ത വർഷങ്ങളിൽ അവിടുത്തെ മുദരിസും ഒക്കെയായി മഹാനായ CM വലിയുല്ലാഹിയെ പോലെയുള്ളവർക്ക് കിതാബ് ഓതി കൊടുക്കാൻ ശംസുൽ ഉലമയ്ക്ക് അവിടെ നിന്ന് അവസരം ഉണ്ടായി. ഒരുപാട് പണ്ഡിതന്മാർക്ക് കിതാബ് ഓതി കൊടുക്കാൻ അവസരം ഉണ്ടായി. അങ്ങനെ ഇന്ദ്രിയത്തുള്ളിയെ കുറിച്ചുള്ള ഫിഖ്ഹിന്റെ കാഴ്ചപ്പാട് കവിതയിൽ വന്നു. പലരുടെയും അമല് തള്ളപ്പെട്ടത് ഫിഖ്ഹ് പോയോടത്താ. ഫിഖ്ഹ് നിർബന്ധമാണ്, ഫിഖ്ഹ് പഠിച്ചേ പറ്റൂ. ഇപ്പൊ ഞാൻ ഫിഖ്ഹ് പറയാന്നോർത്താ വന്നത്, പക്ഷെ സമയമില്ല. ഫിഖ്ഹ് പറയാമെന്നോർത്ത് വന്നു, സമയമില്ല. എന്നാലൊന്ന് പറയാം. ഒരു ഹദീസ് കേട്ടോളൂ, സ്വഹീഹ് മുസ്ലിം. അതുകൊണ്ട് ഫിഖ്ഹ് പഠിക്കണം എന്നതൊരു ഓർമ്മയിലുണ്ടാവണേ. ഞാനത് പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കോ ആ അവസരം പോയി. നമ്മുടെ വീട്ടിലുണ്ടല്ലോ മക്കളുണ്ട്, അവർക്ക് മദ്രസ തലങ്ങളിൽ ഫിഖ്ഹിൽ എത്ര എന്നതിനെ കുറിച്ചും ഫിഖ്ഹിനെ കുറിച്ച് കുളി പഠിപ്പിക്കണം. നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. വലിയ ശുദ്ധി ഉണ്ടാവുന്നത് ഏതൊക്കെ രൂപത്തിലാ പഠിപ്പിക്കാൻ പറ്റും? ഒരു ലിമിറ്റ് ഇല്ലേ? എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ പ്രണയ രംഗങ്ങൾ ചിത്രീകരിക്കപ്പെട്ട പാട്ടും സിനിമയും വാപ്പായും ഉമ്മായും വല്ലുപ്പൻ വല്യമ്മ പേരക്കുട്ടി എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് കാണാൻ ഒരു ലജ്ജയില്ല. ഉസ്താദ് മദ്രസയിൽ ആ നിസ്കാര സംബന്ധമായിട്ട് എന്തെങ്കിലും ഒതുമുറിയണ കാര്യം എന്തെങ്കിലും പറഞ്ഞതിനെ പറച്ചതിന് ഉസ്താദ് മദ്രസയിൽ വൃത്തികേട് പറഞ്ഞു. ഫിഖ്ഹ് ഇല്ലാതെ പറ്റില്ല. ഒരു ഹദീസ് പറയാം, ബറക്കത്തിനൊരു ഹദീസ് പറയാം. സ്വഹീഹ് മുസ്ലിം അൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ ഇംറിഇൻ മുസ്ലിമിൻ തഹ്ദുറുഹു സലാത്തുൻ മക്തൂബ. ഒരു മുസ്ലിമായ മനുഷ്യനെ അയാൾക്ക് നിസ്കാരം, ഫർള് നിസ്കാരത്തിന്റെ സമയമെത്തിയപ്പോൾ ഫയുഹ്സിനു വുളൂഅഹാ, ആ നിസ്കാരത്തിന് വേണ്ട വുളൂഇനെ കുറ്റമറ്റ നിലയിൽ പരിപൂർണമായവൻ ചെയ്തു. എങ്ങനെയാ വുളൂ എടുത്തെന്ന് പറഞ്ഞേ? ചില ആൾക്കാർ വുളൂ എടുക്കണടുത്ത് നമ്മളൊന്ന് പോയി നിന്ന് കൊടുത്താൽ മതി, അവർ നമ്മളെ കുളിപ്പിച്ചു തരും. നിങ്ങൾക്കറിയോ, ഫിഖ്ഹ് അറിയാവുന്ന ആൾ വുളൂ എടുക്കാൻ തരം വെള്ളം വേണമെന്നറിയോ?
600 മില്ലി മതി. അതായത് ഇങ്ങനെ പിടിച്ചാൽ എത്ര വെള്ളം കയറും അത്രയും വെള്ളം മതി ഫിഖ്ഹ് അറിയാവുന്ന ഒരാൾക്ക് ഒളു എടുക്കാൻ. നമുക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോവാൻ 3 ബക്കറ്റ് ഏറ്റവും മിനിമം വേണം. പിന്നെ ആ ടാങ്കിന്റെ അകത്ത് മറ്റേ ഫ്ലഷ് ടാങ്കിൽ ഒരു വെള്ളം ഉണ്ടല്ലോ, അതിലും എന്നാലും ഒരു റാഹത്താവില്ല. വെള്ളത്തിന് ഫോഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റിക്കാരെ ചീത്ത പറയും നാട്ടുകാര്, അല്ലേ? പറ്റൂല. ഫിഖ്ഹ് അറിയാവുന്ന ഒരു മനുഷ്യൻ ഒളു എടുക്കാൻ ഇത് ഇത്ര വെള്ളം വേണ്ടി വന്നുള്ളൂ. ഇത് 4 പ്രാവശ്യം കോരി എത്ര ഉണ്ടോ അത്രയും വെള്ളത്തിൽ നല്ല ഫ്രഷ് ആയിട്ട് കുളിച്ചു. ആ മനുഷ്യന്റെ വിയർപ്പിന് കസ്തൂരിയേക്കാളും വാസനയും കൂടി ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ച് വെള്ളം മതി ഫിഖ്ഹ് അറിയാമെങ്കിൽ. ഫിഖ്ഹ് അറിയാമെങ്കിൽ കേട്ടോളൂ, അതേ നബിയാണ് പറഞ്ഞത്, ഒരാൾ നിസ്കരിക്കാൻ ഫർദ് നിസ്കാരത്തിന് വേണ്ടി വുളു എടുത്തപ്പോൾ ഫയുഹ്സിനു വുളുഅഹാ, ആ നിസ്കാരത്തിന് വേണ്ടിയുള്ള വുളുവിനെ കുറ്റമറ്റ നിലയിൽ ഫിഖ്ഹ് പൂർണ്ണമായി ചെയ്തു. ഇനി കേട്ടോളൂ, വഖുശൂഅഹാ, ആ വുളുവുമായി പോകുന്ന നിസ്കാരത്തിനാണ് ഖുശൂഅ് ഉണ്ടാവൂ. ഖുശൂഉം പൂർണ്ണമായി. ഇവിടെയാണ് കുറ്റമറ്റ നിലയിൽ ഒളു എടുക്കണമെന്ന് പറഞ്ഞോടത്താണ് ബാത്റൂമിൽ ഒളു എടുക്കണോ വേണ്ടയോ എന്ന ചർച്ച വരുന്നത്. ഒളുവിന്റെ ഷർത്തുകളുമായി ബന്ധപ്പെട്ട ഒരു തടസ്സം അവിടെ ഇല്ല കേട്ടോ, ഒളു എടുക്കാം. ഫർളുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം അവിടെ ഇല്ല കേട്ടോ. ഫർള് എന്താ? നിയ്യത്ത്, മുഖം കഴുകുക, കൈ മുട്ടോട് കഴുകുക, തല തടവ, കാല് ഞെരിയാണി സഹിതം കഴുകുക, ക്രമപ്രകാരം ചെയ്യുക. അതവിടെ ചെയ്യാൻ പറ്റും. എവിടെ? ബാത്റൂമിൽ പറ്റും. ബാത്ത് മീൻ കുളി, ടോയ്ലറ്റ് അല്ല. രണ്ടും കണക്കാ, രണ്ടും ഒരുമിച്ചാണ്, രണ്ടും കണക്കാണ്. അവിടെ ഒളുവിന്റെ ഫർദ് 6 നിർവഹിക്കാൻ നമുക്ക് ഒരു തടസ്സമല്ല. ഷർത്തുകൾ 5 പാലിക്കാൻ തടസ്സമല്ല. എന്താ ഷർത്ത്? ഷർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളു എടുക്കുന്ന അവയവങ്ങൾ അതും ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല, പകർച്ചയാകാൻ പാടില്ല, വെള്ളം ഒലിക്കണം, അങ്ങനെ അല്ലേ? പിന്നെ നിത്യാശുദ്ധിക്കാരാണെങ്കിൽ സമയമാകുമ്പോൾ ചെയ്താൽ മതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷർത്ത്. അതിനും അവിടെ തടസ്സമല്ല. പിന്നെന്താ കുഴപ്പം? പക്ഷേ ഒരു വീട് വെച്ചു, ആ വീട് എന്ന് പറയാൻ അതിന് ജനല്, വാതില്, കട്ടിള, വാർപ്പ്, ചുമര് ഒക്കെ ഉണ്ട്. തേപ്പ് ഉണ്ടോ? തേച്ചാലും തേച്ചില്ല, അത് വീടാണെന്ന് പറയാം. ആ മുഹമ്മദ് അലിയുടെ വീടാണ് കാണുന്നത്. അല്ലാതെ തേച്ചിട്ടില്ലല്ലോ, തേച്ചിട്ടില്ല. തേക്കൽ എന്താണ്? സുന്നത്തേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ വന്നു, ഉസ്താദ് ചായ എടുക്കട്ടെ, ആയിക്കോട്ടെ. തേയില, പഞ്ചസാര, ചൂടുള്ളത്, തിളച്ച ചായയായി. പാലൊഴിച്ച വേണി ഒഴിക്കാം, ഒഴിക്കാതിരിക്കാം. പാലൊഴിക്കൽ എന്താണ്? സുന്നത്താണ്. പക്ഷെ ഒരു നല്ല മട്ടത്തിനൊരു ചായ കിട്ടണ എന്ത് വേണം? ഒരു ലേശം എന്ന ഒരു പരിപൂർണത അത് ഉണ്ടാവില്ല. ഇവിടുന്ന് ബാത്റൂമിൽ ഒന്നുമില്ലതില്ല. എന്തുകൊണ്ട്? ബാത്റൂമിൽ എന്ത് പറയാൻ പാടില്ല? ബഹുമാനിക്കപ്പെടുന്നതൊന്നും പറയാൻ പാടില്ല. എന്നാ ബാത്റൂമിൽ ഒതു എടുക്കേണ്ട ഒരു സാഹചര്യം വന്ന് അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് എടുക്കാന്നല്ലാതെ അവിടെ ഒരു ഒതു എടുത്താലേ ഒതു കിട്ടൂ. അല്ലെ ഇപ്പൊ നിസ്കാരം പോകുന്ന ഒരു ഘട്ടാണെങ്കിൽ അങ്ങനത്തെ ഒക്കെ സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യാം? എടുക്കാം. അല്ലെങ്കിൽ ഒതു പൂർണ്ണമല്ല. ഹദീസ് കേട്ടോളൂ, നിസ്കാരത്തിലെ ഏകാഗ്രത കിട്ടണമെങ്കിൽ പരിപൂർണ ഒതു വേണേ. ഹദീസ് അങ്ങനെയാണ്, തഅ്ളുറുഹു സ്വലാത്തും മക്തൂബ, ഫർദ് നിസ്കാരത്തിന്റെ സമയമായി ഫയുഹ്സിനു വുളുഅഹാ, അതിനു വേണ്ടിയുള്ള വുളുഇനെ അവൻ ഫിഖ്ഹ് പൂർണ്ണമായ രീതിയിൽ ചെയ്തു. വഖുശൂഅഹാ, ആ നിസ്കാരത്തിന്റെ ഭയഭക്തിയെ പൂർണ്ണമായി അവൻ അനുഷ്ഠിക്കാനും കഴിഞ്ഞു. ഈ വുളു അതിന് കാരണമാണ്. അപ്പോൾ വുളു ചെയ്യുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചോളണം. പരിപൂർണത കിട്ടണമെങ്കിൽ അതിന്റെ ദിക്റുകൾ വേണം. ഉളൂഇന്റെ പരിപൂർണതയ്ക്ക് നിയ്യത്ത്, ഉളൂഇന്റെ പരിപൂർണതയ്ക്ക് അതിന്റെ ദിക്റുകൾ, ദുആകളൊക്കെ അങ്ങനെ ചൊല്ലി. അങ്ങനെ ഒരു പരിപൂർണമായ ഉളൂ കുളിമുറിയിൽ സാധ്യമല്ല. അപ്പൊ പിന്നെ നിസ്കാരത്തിലേക്ക് അത് ബാധിച്ചൂലോ. എന്നാലും ബാത്റൂം എന്നാണ് അതിന് പറയണമെങ്കിൽ എന്താവൂല? ഈ കുളിക്ക എന്നുള്ളതിനെ ബാത്റൂം എന്ന് പറയാം. കുളിക്കുന്ന ഭാഗം ഹമ്മാം എന്നല്ലേ പറയാ. ഹമ്മാം എന്ന് പറഞ്ഞാൽ ഇബ്ലീസിന്റെ കൂടാന്നാ. ടോയ്ലറ്റ് നമ്മൾ ചർച്ചയെ ചെയ്യണില്ല. കുളിക്കണോടത്തില് എന്നാ കുളിയുടെ കൂടെ ഒളു ഉണ്ടാവാറുണ്ട് ചിലപ്പോ. കുളിയോടുകൂടെ ഒരു അമലിന് വേണ്ടിയുള്ള ഒളു ആണ് എങ്കിൽ, ഇപ്പൊ നിസ്കാരത്തിന്റെ ഫർദ് നിസ്കാരത്തിന്റെ ഒളുവിനെ ഇപ്പൊ ഈ ഹദീസിൽ പറഞ്ഞത്. ഇപ്പൊ വലിയ ശുദ്ധിയുടെ കുളിയുള്ള ആൾക്ക് ഒളു സുന്നത്തുണ്ട്.
അതതിൻ്റെ കൂടെ തന്നെ. വലിയ അശുദ്ധിയുടെ കുളിക്കണ കൂട്ടത്തില് ഗുഹ്യ ഭാഗത്ത് കൈയൊന്നും സ്പർശിച്ചിട്ടില്ല എങ്കിൽ ആ കുളിയോടുകൂടെ ഒരു ഒളു ഫ്രീ ഉണ്ട്. ആ വലിയ അശുദ്ധിയുടെ കുളി കൊണ്ട് ഒളു എടുക്കാതെ നിസ്കരിക്കാം. ഗുഹ്യ ഭാഗത്തൊന്നും കൈ സ്പർശിച്ചതുമില്ല, ഒളു മുറിയുന്ന കാര്യങ്ങളൊന്നും കുളിക്കണേൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ വലിയ അശുദ്ധിയുടെ കുളി കൊണ്ട് തന്നെ ഒളു ഇല്ലാതെ നിസ്കരിക്കാവുന്നതാണ്. ക്ഷമിക്കാറ് ഒളു മുറിയും, അല്ലാട്ട് എന്തുകൊണ്ട് കുളിയത് ഒളു മുറിഞ്ഞിരിക്കും. അപ്പോ എന്താ പറഞ്ഞത്? അമലിന് വേണ്ടി, ഫർള് നിസ്കാരത്തിന് വേണ്ടിയിട്ട് എന്നാ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അങ്ങനെയുള്ളോടത്തൊരു പരിപൂർണമായ ഫിഖ്ഹ്, പൂർണ്ണമായ ഒളു എടുത്തു വന്നാൽ അതിന്റെ ഖുശൂ, ഹൃദയഭക്തി പൂർണ്ണമായി, വറുകൂഅഹാ, അതിന്റെ മറ്റുള്ള ഓരോ അമലുകളും നിസ്കാരത്തിൽ റുകൂഅ്, സുജൂദ്, ഇടയിലിരുത്തം, ഖിയാം, ഇഅ്തിദാൽ, ഇതൊക്കെ പരിപൂർണതയിലെത്തി. ഇല്ലാ കാനത്ത് കഫാറത്തൻ ലിമാ ഖബലഹാ മിനദ്ദുനൂബി, ആ മനുഷ്യന്റെ പാപം പൊറുക്കാൻ ഒരു തൗബ പോലെ ഈ നിസ്കാരമെന്ന് ഖാല റസൂലുള്ളാഹി. ഇനി ഒരു തൗബയുണ്ട അവന്റെ പാപം പൊറുക്കാൻ. അല്ലാഹുവേ, എന്തപ്പോ നമ്മൾ കാട്ടിക്കൂട്ടി ഇത്ര നാള്. അള്ളാഹു പൊറുത്തു തരട്ടെ. അതുകൊണ്ട് സൗകര്യങ്ങൾ ഏറെയുണ്ട്. സൗകര്യങ്ങൾ ഏറെ ഉള്ളോടത്ത് നമ്മൾ വഷളായി. പണ്ട് വാട്സാപ്പിലായിരുന്നു, കത്തെഴുതിയിരുന്നു. അന്ന് കത്താണെങ്കിലും എഴുതിയിരുന്നു. ഇന്ന് വാഹന സൗകര്യമുണ്ട്. ഒരാൾക്ക് ഒരു വീട്ടിൽ 2 വണ്ടി എന്ന പോലെ ഉണ്ട്. എന്നാലും കുടുംബ ബന്ധം ചേർക്കാൻ നമ്മൾ യാത്ര ചെയ്യലേ ഇല്ല. പണ്ട് നമ്മൾ അങ്ങനെയല്ല, യാത്ര ചെയ്തിരുന്നു. വിശേഷം ചോദിക്കാനും വിവരമറിയാനും സൗകര്യങ്ങളുണ്ട്. പക്ഷെ വിശേഷം ചോദിക്കലില്ല, വിളിക്കലില്ല, വിളിച്ചാലിട്ട് എടുക്കലുമില്ല. സൗകര്യമുള്ളോടത്ത് മനുഷ്യൻ അലസനായി. സൗകര്യങ്ങളേറുണ്ട്. അള്ളാഹു സൗകര്യം അവന്റെ മാർഗത്തിൽ അമലിന് ഉപകാരമുള്ള കോലത്തിലാക്കട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അള്ളാഹുവെ സ്വീകരിക്കു തമ്പുരാനെ, പാപങ്ങൾ പൊറുക്ക് അള്ളാഹ്, രോഗങ്ങൾ ശിഫയാക്ക് അള്ളാഹ്, അറിഞ്ഞ് ചെയ്ത അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ റഹ്മാനെ. അമല് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അള്ളാഹ്, അറിവിൽ ബർക്കത്ത് നൽകുക അള്ളാഹ്, സഹായിക്ക് അള്ളാഹ്, ആഖിബത്ത് നന്നാക്കുക അള്ളാഹ്, മരണപ്പെട്ടവരുടെ ഖബർ വെളിച്ചമാക്കുക അള്ളാഹ്. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ. അള്ളാഹുവെ, രോഗമുള്ള ഒരുപാട് പേർക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു. കാലിൻ്റെ മുട്ടിന് ഓപ്പറേഷൻ പറയപ്പെട്ടിട്ടുള്ള സഹോദരിക്ക് വേണ്ടി നീ ശിഫാ നൽകണേ അള്ളാഹ്, ശിഫാ നൽകണേ അള്ളാഹ്. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.